വഴി നടത്തുന്നു എന്നെ വഴി നടത്തുന്നു, ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു, ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. വഴി നടത്തുന്നു എന്നെ വഴി നടത്തുന്നു, ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു, ഈ മരുയാത്രയിൽ താളടിയാകാതെ എന്നെ നടത്തുന്നു. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ദൈവവചനത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ ജെയിംസ് റാന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാവിലെ പുതിയൊരു പ്രഭാതം കാണുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചു. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ വായിക്കുന്നു. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ യിരെമ്യാ പ്രവാചകൻ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദ ജനത്തിന് സംഭവിച്ച ആ വലിയ വീഴ്ചയെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ വിലപിക്കുന്ന ഒരു വിലാപ ഗീതമാണ് ഈ വിലാപങ്ങളുടെ പുസ്തകം എന്നുള്ളത് നമുക്കറിയാം. ദൈവജനം ദൈവിക പ്രമാണങ്ങളൊക്കെ അവർ അതിനോട് അനുസരണക്കേട് കാണിച്ച് ജീവിതത്തിൽ വളരെ വീഴ്ചകളും താഴ്ചകളും, അവരുടെ ദൈവാലയം നശിപ്പിക്കപ്പെടുവാനായിട്ടിടയായി, ശത്രു അവരെ തോൽപ്പിക്കുവാനായിട്ടിടയായി. അങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ നിന്ദാപാത്രമായി തീർന്ന ഒരു ജനതയാണ് ദൈവത്തിൻ്റെ ജനം, ഇസ്രായേൽ ജനം അല്ലെങ്കിൽ യഹൂദ ജനം. അവർക്ക് വന്ന വീഴ്ചകളെ ഓർത്തിയ ആണ് ഈ പ്രവാചകൻ കരയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് രാവിലെ ഈ ഭാഗം നാം വായിക്കുമ്പോൾ നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു, അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതുമാകുന്നു. ഇവിടെ ദൈവത്തിൻ്റെ പ്രത്യേകമായ 3 ഗുണങ്ങളെക്കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയും. 1 യഹോവയുടെ ദയ, 2 യഹോവയുടെ കരുണ, 3 യഹോവയുടെ വിശ്വസ്തത. ഇന്ന് രാവിലെ ഈ 3 കാര്യങ്ങളും ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും നമുക്ക് ഇടയായിത്തീരണം. കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഓരോ പ്രഭാതവും ദൈവം നമുക്ക് അനുഗ്രഹിച്ചു നൽകുകയാണ്. ഇന്ന് രാവിലെ നമുക്ക് പറയുവാനായിട്ട് കഴിയുന്നത് നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന, നാം നശിച്ചു പോകാതിരിക്കുന്നത് ദൈവത്തിൻ്റെ ദയയാണ്. ദൈവത്തിൻ്റെ ദയയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നമ്മൾ 63-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്, നിൻ്റെ ദയ ജീവനേക്കാൾ നല്ലതാകുന്നു. ദൈവം നമ്മോട് ദയ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്. ദൈവത്തിൻ്റെ ദയ നിരന്തരമാകുന്നു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. രാവിലെ സമയം നാം ജീവനോടിരിക്കുന്നത് തന്നെ ദൈവത്തിൻ്റെ മഹാദയ ഒന്ന് മാത്രമാണ്. 103-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്ന ദൈവം ദയയും കരുണയും നിറഞ്ഞ ദൈവമാണ്. ദൈവം നമ്മോട് ഓരോരുത്തരോടും ദയ കാണിക്കുന്ന ദൈവമാണ്. നിത്യമായ ആ വലിയ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ച ദൈവം. അതുമാത്രമല്ല, ഇവിടെ വായിക്കുന്നത് അവൻ്റെ കരുണ തീർന്നു പോയിട്ടില്ലല്ലോ എന്നാണ്. ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അർഹിക്കുന്നത് നമുക്ക് തരാതിരിക്കുന്നതാണ് ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത്. ദൈവം കരുണയിൽ സമ്പന്നനാണ്. ഇന്ന് രാവിലെ സമയം ആ ദൈവത്തിൻ്റെ ദിവ്യമായ ഗുണങ്ങളെ ഓർക്കുമ്പോൾ ദൈവം എത്ര കരുണയുള്ളവനാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാവിലെ നമ്മൾ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ ആ കരുണയിൽ സമ്പന്നനായ, അല്ലെങ്കിൽ പാപികളും ദോഷികളും ദുഷ്കർമ്മികളുമായിരുന്ന നിത്യനരകത്തിലേക്ക് പോകേണ്ടവരായ നമുക്ക് നിത്യനരകമായിരുന്നു നമ്മുടെ ഓഹരിയായിട്ട് നമുക്ക് ലഭിക്കേണ്ടത്. എന്നാൽ അത് നമുക്ക് തരാതെ നിത്യമായ അനുഗ്രഹങ്ങൾ, അവിടുത്തെ പുത്രനിലൂടെ സ്വർഗീയമായ അനുഗ്രഹങ്ങൾ, ദൈവത്തിൻ്റെ നന്മകൾ അനവധിയായിട്ട് നമുക്ക് കൃപയാൽ നൽകിത്തന്ന ആ ദൈവത്തിൻ്റെ കരുണ ഇന്ന് രാവിലെ സമയം ഓർക്കാം. അതുമാത്രമല്ല, ഇവിടെ വായിക്കുന്നത് അത് രാവിലെ തോറും പുതിയതും നിൻ്റെ വിശ്വസ്തത വലിയതും ആകുന്നു. ഇന്ന് രാവിലെ ഓരോ പ്രഭാതവും ദൈവത്തിൻ്റെ ദയയും കരുണയും അത് പുതിയതായിട്ട് നമുക്ക് അനുഭവിക്കുവാനായിട്ട് കഴിയുന്നു എന്നുള്ളത് എത്രയോ ശ്രേഷ്ഠമായ കാര്യമാണ്. അതുമാത്രമല്ല,
അവൻ്റെ വിശ്വസ്തത. ദൈവം വിശ്വസ്തനായ ദൈവമാണ്. വിശ്വസിക്കുവാൻ കൊള്ളാകുന്ന വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് പൂർണ്ണമായിട്ടും ആശ്രയിക്കുവാനായിട്ട് കഴിയും. ഒരിക്കലും നമ്മളെ ചതിക്കുന്ന ദൈവമല്ല, വഴിയിലിട്ടിട്ട് പോകുന്നവനല്ല. നമ്മുടെ ദൈവം വാക്കുമാറാത്ത ദൈവമാണ്. അവിശ്വസ്തത നിറഞ്ഞൊരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. എന്നാൽ വിശ്വസ്തനായിട്ട് ഉള്ള ഒരു ദൈവം നമ്മൾ മറ്റ് ഭാഗങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം തൻ്റെ ഭക്തന്മാരെ സൂക്ഷിക്കുന്നതിൽ, കാത്തുപരിപാലിക്കുന്നതിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മോട് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ദയ, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഓർത്ത് ഇന്ന് രാവിലെ സമയം നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ദിവസം എല്ലാ നിലയിലും അനുഗ്രഹപ്രദമായി തീരട്ടെ. ഈ നിലയിൽ നമുക്ക് ഇന്നത്തെ ദിവസം കർത്താവിന് വേണ്ടി ജീവിക്കാം. ദൈവത്തിൻ്റെ ദയയിൽ നമുക്ക് ആശ്രയിക്കാം. ദൈവത്തിൻ്റെ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. വിശ്വസ്തനായ ദൈവത്തിൽ നമുക്ക് സമ്പൂർണ്ണമായി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.